പോകുന്നത് കണ്ണൂരിലേക്കാണ്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയരായ അധ്യാപകരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം നാളേക്ക് മാറ്റി. പിതാവ് രാജന്റെ ഭാഗം കേൾക്കുന്നതിനാണ് ഹർജി മാറ്റിയത്. തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരമാണ് ഈ നിതിൻ രാജിന്റെ പിതാവ് രാജനെ ഇന്ന് കോടതിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം വന്ന സമയത്ത് കേസിൽ കക്ഷി ചേർക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. മറ്റൊരു അഭിഭാഷകൻ മുഖേനയാണ് അദ്ദേഹം കോടതിയിൽ എത്തിച്ചേർന്നത്. അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ കക്ഷി ചേർക്കണമെന്ന ആവശ്യം ന്യായമാണെന്ന് കോടതി നിരീക്ഷിച്ചു. തുടർന്നാണ് കേസിൽ വാദം കേൾക്കുന്നത് നാളേക്ക് മാറ്റിയിട്ടുള്ളത്. ഡെന്റൽ കോളേജിലെ പാത്തോളജി വിഭാഗം മുൻ മേധാവിയായിട്ടുള്ള ഡോക്ടർ MK റാം, അസോസിയേറ്റ് പ്രൊഫസർ സംഗീത നമ്പ്യാർ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദമാണ് നാളേക്ക് മാറ്റിയിട്ടുള്ളത്. അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ, ഈ ഡോക്ടർ MK റാം ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ, ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ആത്മഹത്യാ പ്രേരണ കുറ്റവും പട്ടികജാതി പട്ടികവർഗ നിരോധന നിയമം തടയൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളുമാണ്. ഡോക്ടർ MK റാം പറഞ്ഞത് താനും ഈ കർണാടകയിലെ പട്ടികവർഗ വിഭാഗമായിട്ടുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ബജന്ദ്ര എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ്. തനിക്ക് ഈ വകുപ്പുകൾ തൻ്റെ മേൽ നിലനിൽക്കില്ല എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹം ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നത്. സംഗീത റാമും തനിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാട്ടുകയായിരുന്നു. അതിന്മേലാണ് ഇന്ന് വാദം നടക്കാനിരുന്നത്. ആ ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്രകാരം ഈ നിതിൻ രാജിന്റെ പിതാവ് രാജനെ കോടതിയിലേക്ക് വിളിച്ചു വരുത്തി. അദ്ദേഹം മറ്റൊരു അഭിഭാഷകൻ മുഖേന, വിനോദ് രാഘവൻ എന്നൊരു അഭിഭാഷകൻ മുഖേന കോടതിയിലെത്തുകയായിരുന്നു. പിന്നീടാണ് മുഴുവൻ ആളുകളുടെയും വാദങ്ങളും കേൾക്കുന്നതിനായിട്ട് നാളേക്ക് കേസ് മാറ്റിവെച്ചിട്ടുള്ളത്. നാളെ മുഴുവൻ ആളുകളുടെയും വാദം കേൾക്കുമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. ദിലീപ് കുമാർ. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയരായ അധ്യാപകരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം നാളേക്ക് മാറ്റി. വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.